ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് 3 ജൻപത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. അവിടെ നിന്ന് ആർ അച്യുതൻ കൂടി ചേരുന്നുണ്ട്. അച്യുതൻ, നേരത്തെ തന്നെ അവിടെ കനത്ത സുരക്ഷയാണ്. കൂടുതൽ നേതാക്കൾ, പ്രധാനമന്ത്രി അടക്കം ഈ 3 ജൻപത്തിലേക്ക് എത്തും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എത്ര സമയം അല്ലെങ്കിൽ എപ്പോൾ അങ്ങോട്ടേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കും? ഗൂഗിൾ അല്പസമയത്തിനകം തന്നെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഈ ജൻപത്തിലെ 3-ാം നമ്പർ വസതിയിൽ എത്തിക്കുമെന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഇവിടെ അല്പം മുൻപ് ഡൽഹി പോലീസിന് തന്നെ ഡോഗ് സ്ക്വാഡ് ഇവിടെ പരിശോധന നടത്തി. അതായത് ഇതിനു മുൻപിൽ, ഈ വസതിക്ക് മുൻപിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ഡൽഹി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാഹന നിയന്ത്രണം പൂർണ്ണമായും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക്, ഈ റോഡിന്റെ 2 ഭാഗത്തേക്കും ബാരിക്കേഡുകൾ സ്ഥാപിച്ച് വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഡൽഹി പോലീസിന്റെ വാഹന വ്യൂഹം ഇതിനുള്ളിലുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം അത് ഇവിടേക്ക് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എയിംസിൽ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടി ആംബുലൻസ് പുറപ്പെട്ടിട്ടുണ്ട്. അത് ഇവിടേക്ക് എത്തിച്ച് ഇനി മറ്റു നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ എയിംസിലേക്ക് പോകുമെന്നായിരുന്നു വിവരം ലഭിച്ചിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ നിതിൻ അംബുജൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രവർത്തകരുടെ ഒരു പ്രവാഹം എയിംസിലേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് ഒരു സുരക്ഷാ പ്രശ്നമായി കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കണം പ്രധാനമന്ത്രി എന്തായാലും ഇവിടെ ഈ 3-ാം നമ്പർ വസതിയിലെത്തി അദ്ദേഹത്തെ മൻമോഹൻ സിംഗിനെ കണ്ട് ആദരവർപ്പിക്കും, അന്തിമോപചാരം അർപ്പിക്കുമെന്ന് മനസ്സിലാക്കുന്നത്. വൈസ് പ്രസിഡന്റും ഉപരാഷ്ട്രപതിയും ഇവിടേക്ക് എത്തിച്ചേരും. മറ്റ് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസിന്റെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ വസതിയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും രാജ്യത്തെ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു 9:51 പുറത്തു വന്നത്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗം, അത് പലരും ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. കാരണം പെട്ടെന്നൊരു വാർത്ത, അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ, അദ്ദേഹത്തെ എയിംസിൽ പ്രവേശിപ്പിച്ചു എന്ന് പുറത്തുവരുന്നു. അവിടുത്തെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചതെന്നും പുറത്തുവരുന്നു. എന്നാൽ അതുമായി സംബന്ധിച്ച മെഡിക്കൽ ബുള്ളറ്റിനോ എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എന്ന സംബന്ധിച്ചുള്ള മെഡിക്കൽ ബുള്ളറ്റിൻ വരാത്ത ഒരു മിനിറ്റുകളായിരുന്നു. അതിനുശേഷം ഒടുവിൽ വരുന്നത് അദ്ദേഹം ഈ രാജ്യത്ത് നിന്ന് വിടവാങ്ങി എന്നുള്ളതാണ്. ഈ ലോകത്ത് നിന്ന് വിടവാങ്ങി എന്നുള്ള വാർത്തയാണ് പിന്നീട് വരുന്നത്. അങ്ങനെ അത് എല്ലാവരിലും, രാഷ്ട്രീയ നേതാക്കളിലും പൊതുജനങ്ങളിലും എല്ലാവരിലും ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയതാണ്. അത് ഇന്ത്യക്ക് പുറത്തും ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഗൂഗിൾ ആ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹന വ്യൂഹം ഇവിടേക്ക് ഇപ്പോൾ എത്തുകയാണ്. പോലീസ് അകമ്പടിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരുന്നതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കനത്ത സുരക്ഷ ഇതിനോടകം തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. പോലീസ് അതിന്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. പൂർണ്ണമായും ഇപ്പോൾ വാഹനങ്ങൾ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക്, ഈ ജൻപത്തിലെ ഈ റോഡിലേക്ക് ഉള്ള വാഹനങ്ങൾ വരുന്നതിന്റെ പ്രവേശനം ഉൾപ്പെടെ ഇപ്പോൾ തടഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേരും. നിലവിൽ പ്രിയങ്ക ഗാന്ധി ഈ വസതിക്കുള്ളിലുണ്ട്. നേരത്തെ എയിംസിൽ എത്തുകയും അതിനുശേഷം പ്രിയങ്ക ഗാന്ധി നേരിട്ട് ഈ ജൻപത്തിലേക്ക്, ഈ വസതിയിലേക്ക്, മൻമോഹൻ സിംഗിന്റെ ഈ വസതിയിലേക്ക് എത്തുകയായിരുന്നു. പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം ഇവിടെയായിരുന്നു, ഈ വസതിയിലായിരുന്നു എന്നതാണ് ശ്രദ്ധേയം. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ ശേഷവും പല നേതാക്കളും ഇവിടെ എത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമില്ലാതെ തന്നെ ഇവിടെ പലരും, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉൾപ്പെടെ ഈ വസതിയിലെത്തി അദ്ദേഹം ഈ രോഗാവസ്ഥ ബാധിച്ച അവശനായ നാളുകളിൽ ഇവിടെ എത്തി പല നേതാക്കളും അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ ആശ്വാസമേകിയിട്ടുണ്ട്. എന്തായാലും ആ വസതിയിലേക്ക് തന്നെയാണ് എയിംസിൽ നിന്ന് ഇപ്പോൾ ഭൗതിക ശരീരം കൊണ്ടുവരുന്നത്. രാജ്യം, സാമ്പത്തിക രംഗം, ഒരു രാജ്യത്തെ എപ്പോഴും നിലനിർത്തുന്നത് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ്. ആ രാജ്യത്തെ മെച്ചപ്പെടുത്തുന്നത്, നല്ലൊരു വികസനത്തിന്റെ വഴിയിലേക്ക് നയിക്കുന്നത് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ആ സമ്പദ് വ്യവസ്ഥയാണ്. അങ്ങനെ ഇന്ത്യ അത്തരത്തിലൊരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ അതിനെ കൈപിടിച്ചുയർത്തിയ മഹത് വ്യക്തിയായി തന്നെയാണ് മൻമോഹൻ സിംഗിനെ രാജ്യം ഓർക്കുക. അതിലൊരു തർക്കവും ഇല്ല. അതിൽ ഈ പറഞ്ഞതുപോലുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ വിമർശനമില്ല. അവരും അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ആ സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിൽ മൻമോഹൻ സിംഗ് വഹിച്ച ആ പങ്ക്, അത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും
ഒരുപോലെ ഓർക്കുകയാണ് ഈ അവസരത്തിൽ എന്നുള്ളതാണ് മൻമോഹൻ സിംഗിന് നൽകുന്ന ഏറ്റവും വലിയ ആദരവായി നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ കണക്കാക്കേണ്ടത്. എന്തായാലും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. വിദേശ നാണയ ശേഖരത്തിൽ ഇന്ത്യ കുത്തനെ പതിച്ച ആ ഒരു സമയം, രാജ്യത്തിന്റെ പൊതുകടം അന്ന് GDP-യുടെ 50%-മായി ഉയർന്ന സാഹചര്യം, അത് വിലക്കയറ്റം രൂക്ഷമാകുന്നു, രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു, നിക്ഷേപകർ പണം പിൻവലിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു PV നരസിംഹറാവു ഈ മൻമോഹൻ സിംഗിനെ ഇത് മെച്ചപ്പെടുത്തുന്നതിനായിട്ട്, സാമ്പത്തിക രംഗം മെച്ചപ്പെടുത്തുന്നതിനായി അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് നിർബന്ധിപ്പിക്കുന്നത്. അങ്ങനെ രാജ്യസഭാ അംഗമായി കോൺഗ്രസ് അദ്ദേഹത്തെ നാമനിർദ്ദേശം ചെയ്യുന്നു. ആദ്യത്തെ 5 തവണ അദ്ദേഹം രാജ്യസഭാ അംഗമായത് അസമിൽ നിന്നാണ്. ഒടുവിലാണ് അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ അംഗത്വം സ്വീകരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. പിന്നെ ധനകാര്യമന്ത്രിയാകുന്നു. അങ്ങനെ ഉദാരവൽക്കരണത്തിന്റെ ശില്പിയാകുന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കുന്നു. ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ എക്കാലവും അദ്ദേഹം പൊതുസമൂഹത്തിന് മുൻപിലേക്ക് നൽകി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റ് അവതരണത്തിലെ വാക്കുകൾ ഇന്നും പലരും ഓർത്തിരിക്കുന്നു. അതിനുശേഷവും അദ്ദേഹം പലതരത്തിൽ പ്രചോദനം നൽകുന്ന വാക്കുകൾ സമൂഹത്തിന് മുന്നിലേക്ക് അദ്ദേഹം നടത്തി. ഒടുവിൽ 2014 മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്ത ഏക പ്രധാനമന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒന്നിനോട് മടിയില്ലായിരുന്നു. ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടോ അദ്ദേഹം ഇതുവരെയും ഈ നാളുവരെയും അദ്ദേഹം ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുതന്നെയാണ് അദ്ദേഹത്തോടുള്ള രാജ്യത്തിന്റെ ആദരവെന്നതും. അദ്ദേഹം ഒരു മൗനം, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും ഒരു ശാന്തനായി, അദ്ദേഹം അനാവശ്യമായ അല്ലെങ്കിൽ വിമർശനങ്ങളിലേക്ക് കടക്കാതെ അദ്ദേഹത്തിന്റെ ജീവിത നാളുകൾ, രാഷ്ട്രീയ നാളുകൾ ഉൾപ്പെടെ അദ്ദേഹം നയിച്ചിരുന്നു. പല വിമർശനങ്ങൾ അദ്ദേഹം നേരിട്ടപ്പോഴും അദ്ദേഹം ഈ പറഞ്ഞതുപോലുള്ള സഹിഷ്ണുതയോടുകൂടി തന്നെയാണ് അദ്ദേഹം പെരുമാറിയത്. അങ്ങനെയുള്ള പക്വമായ രാഷ്ട്രീയം അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഒരു അധ്യാപകനായി പ്രവേശിക്കുകയും ഒടുവിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുകയും ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ തന്നെ എടുത്തു കഴിഞ്ഞാൽ സാമ്പത്തിക രംഗത്തോടൊപ്പം, അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക വൈദഗ്ധ്യമുള്ള ആൾ തന്നെയാണെന്നതിൽ ഒരു തർക്കവുമില്ല. രാജ്യം ഒരുപോലെ അത് അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും മൻമോഹൻ സിംഗ് ആണ് ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത്. 9:51 അദ്ദേഹം നമ്മെ വിട്ട്, ഈ ലോകത്തെ വിട്ട് അദ്ദേഹം വിടവാങ്ങിയത്. 1971 വാണിജ്യ മന്ത്രാലയത്തിൽ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് വരുന്നു. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് എത്തുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ, അതിൽ നിന്ന് UPയിൽ നിന്ന്, അല്ലെങ്കിൽ UPA സർക്കാർ നിന്ന് അകന്നുപോയ സിഖ് വിഭാഗങ്ങളെ വീണ്ടും അടുപ്പിക്കാൻ 2004 സോണിയാഗാന്ധി തന്നെ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ അദ്ദേഹം നടത്തുകയും അങ്ങനെ അദ്ദേഹം ആ പദവിയിലേക്ക് എത്തുകയും 2014 വരെ അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിയുന്നതും. എന്തായാലും ആ വേളയിൽ പോലും അദ്ദേഹം കൃത്യമായ സന്ദേശം രാജ്യത്തിന് നൽകിയിരുന്നു. അതിനൊടുവിൽ പാർലമെന്റിൽ സജീവമായി ഉണ്ടായിരുന്നെങ്കിലും രോഗബാധിതനായിട്ടുകൂടി അദ്ദേഹം പാർലമെന്റിൽ വന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു. വീൽ ചെയറിൽ വരികയും പല പ്രധാന ചർച്ചകളുടെയും പല വിഷയങ്ങളുടെ അവതരണങ്ങളിൽ പോലും അദ്ദേഹം അതിന്റെ ഭാഗമായി എന്നതും ഏറെ ശ്രദ്ധേയമാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു അവസരത്തിൽ അദ്ദേഹത്തെ പ്രശംസിക്കുകയും സഭയിൽ വെച്ച് തന്നെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അവശനായ നാളുകളിലും അദ്ദേഹത്തിന്റെ കർത്തവ്യം നിറവേറ്റുന്നതിൽ അദ്ദേഹം പിന്നോട്ട് പോയിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. ഒടുവിൽ കഴിഞ്ഞ ഏപ്രിലാണ് അദ്ദേഹത്തിന്റെ 33 വർഷത്തെ ആ ഒരു പാർലമെന്റ് ജീവിതം ഉപേക്ഷിച്ച് അദ്ദേഹം പൂർണ്ണമായും പൂർണ്ണമായും രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങുന്നത്. പക്ഷെ അപ്പോഴും ഈ പൊതുപരിപാടികളിലൊന്നും പിന്നെ കണ്ടിട്ടില്ല. പക്ഷേ ഈ വസതി കേന്ദ്രീകരിച്ച് ഞാൻ പറഞ്ഞതുപോലുള്ള കൂടിക്കാഴ്ചകൾ പുരോഗമിച്ച്, അത് കോൺഗ്രസ് നേതാക്കളല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ. തീർച്ചയായും തലമുറകൾക്ക് സാമ്പത്തിക ഉപദേശം നൽകിയ മനുഷ്യൻ, ഇനി എത്രയോ തലമുറകളെ സ്വാധീനിക്കുന്ന, അവരുടെ ജീവിതത്തെ ആകെ സ്പർശിക്കുന്ന നിർണായകമായ തീരുമാനങ്ങൾക്ക്, നയത്തിന് ചുക്കാൻ പിടിച്ച വ്യക്തിത്വമാണ് വിടവാങ്ങുന്നത്.